അസ്സലാമലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് അന്ന് ആക്സിഡന്റ് പറ്റിയപ്പോ അജ്മല് വീഡിയോ ആയിട്ടാണ് എടുത്തത്. അന്നപ്പോ അത് വീഡിയോ എന്റെ കയ്യിൽ പഴയത് ഉണ്ടോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടാമത് അജ്മലിനെ മാത്രമായിട്ട് ഷോർട്സ് ആക്കി എടുത്തിട്ടാണ് ഇട്ടത്. അപ്പോഴത്തേനും ഖദീജൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ വീട്ടിലാണ്, ഇത്താടെ അടുത്തിന് ചാമക്കാലയില്. അപ്പൊ അവിടെ ഇരുന്നപ്പോ ഞാൻ ഇവരെ കാണാന്ന് വെച്ച് മൊബൈലിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോ ഈ വീഡിയോ കണ്ടു. അപ്പൊ വേറൊരു വീഡിയോ ഞാൻ ഇടാത്തത് എന്റെ കയ്യിലുണ്ട്, അതും കൂടെ ഇടാന്ന് വിചാരിച്ച് മൂന്നാളും കുറുമ്പെടുത്തോണ്ട് ഓഫ് ചെയ്യും ഓൺ ചെയ്യും ഇത് തന്നെയായിരുന്നു കേട്ടാ. പറയും ചിരിക്കും കളിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ആയിരുന്നു ഇരുന്നത്. അപ്പോ മുക്താറ് പറയണ എന്താ, ഖദീജക്ക് ഇച്ചിരി നാണായിരുന്നു പറയാൻ. അതിനിടയിൽ കുറെ എഴുന്നേറ്റ് പോകും, വെള്ളം കുടിക്കാൻ പോകും, ഇതൊക്കെ തന്നെയായിരുന്നു. ഖദീജക്ക് നാണം വന്നിട്ട് വയ്യ. അപ്പൊ എനിക്കും ചിരി വന്നിട്ട് പാടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോ റഫ്ന പിള്ളേരെയും കൊണ്ട് പോയി. അവള് പിന്നെ ഇപ്പോ വന്നിട്ടില്ല വീട്ടിലേക്ക്. ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നിപ്പോ അവൾക്ക് ആലുവയില് ഉമ്മാടെ അനിയത്തിയുടെ മോളെ കല്യാണം. ആലുവയിലല്ല, അഴീക്കോട്. അങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ടായി ഇന്നലെ വിളിച്ചപ്പോ. പിന്നെ ഷഫ്നയും പിള്ളേരും എല്ലാരും അവിടെയാണ്. അപ്പൊ അയലക്കറി വെച്ച വീഡിയോ ഉണ്ടായത്. അപ്പൊ തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും തക്കാളിയൊക്കെ ഒന്നിച്ചരച്ച്, ഉപ്പില്ലട്ടാ, അരച്ചിട്ടാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ മാങ്ങയും പച്ചമുളകൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് ആദ്യമേ നമ്മൾ കാച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മൊരിച്ചിട്ടാണ് വെക്കാറ്. ഇന്നിപ്പോ ഇങ്ങനെ ചെയ്യാന്ന് കരുതി. പിന്നെ നമ്മളെ വീട്ടിലെ പടവലത്തുമ്മല് ചെറിയ പടവലങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കാനായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും ചേർത്ത് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോ കറി തിളച്ച് വന്നപ്പോ മീനിട്ട്, കറി കുറച്ച് വെക്കുള്ളൂ, അയല വറുത്തതാ അധികം കഴിക്കുള്ളൂ ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് മീനെ കറിയിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ, അതും ബാക്കിയാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഷഫ്നയുടെ താത്താടെ മോള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാ ഞാൻ. അവള് വന്നിട്ടുണ്ട്. അപ്പൊ അവള് ഇടയ്ക്ക് കഥ പറയാൻ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിൽ എപ്പോഴും നെയ്ച്ചോറാ കുഴിമന്തിയൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്. അതും ആവിയേറ്റിട്ടുണ്ട്. പിന്നെ കറി കാച്ചണം, മീൻ വറുക്കണം, പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം. അപ്പൊ ഉച്ചക്കലത്തെ ഒരുവിധം പണികളൊക്കെ ഇവിടെ കഴിയും. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉപ്പയും റൗഫൊക്കെ കടയിൽ നിന്ന് വരും കേട്ടാ. അപ്പൊ കറി കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി മീൻ വറുക്കണം, ഉപ്പേരി ഉണ്ടാക്കണം. ഇതൊക്കെയാണ് ഓരോ ദിവസത്തെ വിശേഷങ്ങള്. പിന്നെ അതിനിടയിൽ പല വിശേഷങ്ങളും വരുന്നുണ്ട് പോണുണ്ട്. അത് എപ്പോഴും അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെതായ കുറച്ച് പണികളുണ്ട് അത് ചെയ്യാനായിട്ട്. അറിയാലോ, നമ്മൾ ഈ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന പണികളൊക്കെ എല്ലാവർക്കും അറിയുന്നതാ. കുളി നിസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഐഫുനാക്ക് പോകേണ്ട കാരണം ഞാൻ പറഞ്ഞു ഇപ്പൊ വരുമ്പോ പോകാനായിട്ട്. ചോറ് കഴിച്ചിട്ട് പോകൂല, ഷഫ്ന എന്നതിന് ശേഷം പോവുള്ളൂ. ഷഫ്ന ബാങ്കിൽ എവിടെയോ പോയിരിക്കുന്നു, എനിക്ക് ഓർമ്മയില്ല, കുറെ നാളെത്തിയ സംഭവമല്ലോ. മീനൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഐഫോൺ ഇടയ്ക്കിടയ്ക്ക് കഥ പറയാൻ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എടുക്കില്ല, ഇതൊക്കെ ചെയ്യുന്നത് മാത്രമേ എടുത്തുള്ളൂ. ചില സമയത്ത് മാത്രം ഞങ്ങളെയും കൂടി എടുക്കാൻ തോന്നാറുള്ളൂ, അപ്പോ എടുക്കും. ഓരോ മൂടുള്ള ഓരോ സമയത്തും. അപ്പൊ ചോറ് ഞാൻ കുറച്ച് ഊറ്റി വെക്കിന്, ബാക്കി മാത്രം ഞാൻ വടിക്കുള്ളൂ. എന്നുവെച്ചാൽ ഒന്നിച്ച് വടിക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. ഞങ്ങളെ നാട്ടിലൊന്നും അങ്ങനെ വടിക്കലധികമില്ല, ഊറ്റിയെടുക്കലല്ല ചോറ്. തൃശ്ശൂര് ആ ഭാഗമൊക്കെ അങ്ങനല്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ചോറ് വടിക്കാൻ ഇച്ചിരിയെങ്കിലും പഠിച്ചത്. മിക്കപ്പോഴും ഞാൻ ഷെഫിനോട് വടിക്കാൻ പറയും. ചെറിയ കാലത്തിലാണ് വെക്കണമെങ്കിൽ കുഴപ്പമില്ല കേട്ടാ, അപ്പൊ ഞാൻ തന്നെ വടിക്കും. അപ്പോ ഇച്ചിരി കൂടെ ചെറുതാക്കി അരിയണമായിരുന്നു, എനിക്ക് തിരക്കാരം. ഞാൻ എന്ത് ചെയ്തു, ലേശം വലുതാക്കി അങ്ങോട്ട് ചെറുതാക്കി അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എങ്കിലും ഇത് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടാ. അപ്പൊ അതും ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നമ്മ എപ്പോഴും ചെമ്മീനിലിട്ടോ അല്ല പരിപ്പിലൊക്കെ ഇട്ട് ഇത് ഉപ്പേരി ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ പരിപ്പും പടവലവും കറി വെക്കലൊക്കെയാണ്. ഇന്നിപ്പോ ഉപ്പേരി ആക്കാന്ന് കരുതി. അപ്പോ അതും കൂടെ റെഡി ആയാല് ഉച്ചക്കലത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉപ്പ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോറൊക്കെ മേശമ കൊണ്ടുവന്ന് വെക്കാന്ന് വിചാരിച്ച്. ഇപ്പൊ ബിരിയാണി ചോറ് വേണ്ടാന്ന് പറഞ്ഞു.
അപ്പൊ ഇതെല്ലാം കൂടെ കൊടുക്കാന്ന് കരുതി. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങള്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാന് അവർക്ക് ചോറെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെതായ ജോലികളിലേക്ക് പോയി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.